അവസാന അമ്പും പുറത്തെടുത്ത് ബി.ജെ.പി. അരിയിട്ട് വാഴിക്കാനുള്ള കിണഞ്ഞ പരിശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമ്പോൾ കാൽച്ചുവട്ടിലെ നിതീഷ് കുമാർ എന്ന മണ്ണും ഒലിച്ചുപോയി എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഞെട്ടിൽ നിൽക്കുന്ന ബി.ജെ.പിയുടെ തലയ്ക്ക് മുകളിലേക്ക് 12ാമത്തെ അടവുമായിട്ട് സുപ്രീം കോടതിയും എത്തുകയാണ്. ആധാറിനെ കാറ്റിൽ പറത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിങ്ങളുടെ ഒരടവും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആധാറിനെ പൗരത്വ രേഖയായി തെളിയിക്കുന്ന 12ാമത്തെ രേഖയാക്കണമെന്ന് നിർദ്ദേശവുമായിട്ട് സുപ്രീം കോടതി തന്നെ എത്തുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ ഏറ്റവും എളുപ്പമുണ്ടാകുമെന്ന് ഉറപ്പായിട്ടും കയ്യിലുണ്ടാകാൻ സാധ്യതയുള്ള ആധാർ എന്ന രേഖയെ പൂർണ്ണമായിട്ടും അവഗണിച്ചാലേ തങ്ങൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർബന്ധ ബുദ്ധിക്ക് മേൽ സുപ്രീം കോടതി കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. എപ്പോഴോ ചവറ്റുകൊട്ടയിലെറിഞ്ഞ് ഇനി ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പല രേഖകളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ബീഹാർ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനായിട്ട് 11 രേഖകളായിട്ട് ആവശ്യപ്പെട്ടത്. ആ 11ൽ പലതുമില്ലാത്തവർ ഈ രാജ്യത്ത് വോട്ട് നിഷേധിക്കപ്പെട്ടവരായി മാറി. അവിടെയാണ് ഒരാൾക്ക് പോലും പൗരത്വ രേഖയില്ല എന്നതിന് പേരിൽ വോട്ട് നഷ്ടപ്പെടരുത് എന്ന ശബ്ദവുമായിട്ട് സുപ്രീം കോടതിയും എത്തുന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാറിനെ 12ാമത്തെ രേഖയായിട്ട് ഉൾപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ നിമിഷത്തിൽ എത്തുന്നത്. തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ പരിഗണിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആധാർ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ആധാർ രേഖയായിട്ട് ബീഹാർ കണക്കാക്കുന്നില്ല എന്ന് കപിൽ സിബൽ പറഞ്ഞിരുന്നു. കമ്മീഷൻ നിർദ്ദേശ 11 രേഖകൾക്ക് പകരം ആധാർ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നോട്ടീസ് നൽകുന്നതായിട്ടും കപിൽ സിബൽ വാദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആരോപണം വന്നു. ഇക്കഴിഞ്ഞ ദിവസം പൗരത്വം തെളിയിക്കുന്നതിനുള്ള മതിയായ രേഖയായിട്ട് ആധാർ കാർഡിന് പരിഗണിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് പുതുക്കിക്കൊണ്ടുള്ള പുതിയ ഉത്തരവും വന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചായിരുന്നു പരിഗണിച്ചത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി ആധാർ രേഖയായിട്ട് അംഗീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതുമാണ്. ഓൺലൈൻ വഴി പരാതികൾ പുറത്ത് സൗകര്യപ്രദമാക്കണമെന്നും കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചതാണ്. SIR അഭിപ്രായങ്ങളും എതിർപ്പുകളും അറിയിക്കാനുള്ള സമയം നീട്ടണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികളും ഇതിനോടൊപ്പം പരിഗണിച്ചു. ആധാർ രേഖയായിട്ട് അംഗീകരിക്കാൻ ആകില്ല എന്നായിരുന്നു തുടക്കം മുതലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. സംസ്ഥാനത്ത് ഇതുവരെ കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 85,000 പേർ മാത്രമാണ് പരാതി നൽകിയതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ബൂത്ത് ലെവൽ ഏജൻസികൾ നൽകിയത് വെറും 2 പരാതികൾ മാത്രമായിരുന്നു. 1,65,000 ബൂത്ത് ലെവൽ ഏജന്റുമാരാണ് രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ചിട്ടുള്ളത്. കമ്മീഷൻ നടപടികളുമായി നിസ്സഹകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും കോടതി കണക്കാക്കിയിട്ടുണ്ട്. ഓരോ BLA-മാരും ദിവസവും 10 വീടുകൾ സന്ദർശിച്ചാൽ ഒരാഴ്ച കൊണ്ട് പരാതികൾ പരിഹരിച്ചുകൂടെയെന്നും കോടതി ചോദിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളോട് സഹകരിക്കുവാനും കോടതി രാഷ്ട്രീയ പാർട്ടികളോട് നിർദ്ദേശം നൽകിയിരുന്നു. ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ വിവരങ്ങളും ഒഴിവാക്കിയ കാരണവും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചായിട്ട് സത്യവാങ്മൂലത്തിൽ കമ്മീഷൻ അറിയിച്ചിരുന്നു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരെയോ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടധികാർ യാത്ര സെപ്റ്റംബർ 1-ന് സമാപിച്ച് വെറും 10 ദിവസം തികയും മുൻപാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മൂക്കുകൊണ്ട് ക്ഷ വരപ്പിക്കുന്ന സുപ്രീം കോടതിയുടെ ഉത്തരവും എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.